ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് സറണ്ടറിനെ കുറിച്ചാണ്. സറണ്ടർ എന്ന് വെച്ചാല് കീഴടങ്ങുക. കീഴടങ്ങുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സറണ്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയിൽ കീഴടങ്ങുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് പ്രപഞ്ച ശക്തിയിലായിരിക്കും വിശ്വാസം, ചിലർക്ക് ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതാണോ ആ ഒരു ശക്തിയിലേക്ക് അടുക്കും തോറും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മുടെ പ്രശ്നങ്ങൾ പലതായിരിക്കാം, പല ആൾക്കാർക്കും പ്രോബ്ലംസ് പലതായിരിക്കും അല്ലേ. എന്റെ വിഷമങ്ങള് കഷ്ടതകള് ആയിരിക്കില്ല മറ്റൊരാളുടേത്. നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്നത് നമ്മൾ തന്നെ കണ്ടെത്തണം. ആ കണ്ടെത്തലിൽ നിന്നും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കീഴടങ്ങൽ എന്നത് ഒരു ആക്ട് ആണ്. നമ്മുടെ വിശ്വാസത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു ആക്ട്, ഹൃദയത്തിന്റെ ഒരു സമർപ്പണം എന്നൊക്കെ പറയാം. ഒരു വലിയ അദൃശ്യ ശക്തിയിലുള്ള ഒരു വിശ്വാസം. ആ ഒരു ശക്തിയെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുക, അതിൽ നമ്മൾ ആശ്രയിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതുമായിക്കൊള്ളട്ടെ, ആ ശക്തിയിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതുമായിക്കൊള്ളട്ടെ ആ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് വലിയൊരു മനസ്സമാധാനവും പലതും മനസ്സിലാക്കാനും തിരിച്ചറിയാനൊക്കെയുള്ള ഒരു കഴിവാണ് നമുക്ക് കിട്ടുന്നത്. ദൈവത്തിന് കീഴടങ്ങുക, ഈശ്വരനിലേക്ക് കീഴടങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഉപേക്ഷിക്കുക എന്നതല്ല. അത് ദൈവത്തിന്റെ അറിവോടെയും ദൈവനിശ്ചയാണ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ള അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ആ മനസ്സിലാക്കലിൽ നിന്നും നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മളുടെ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു അഹങ്കാരങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെ ഇല്ലാതാവും. നമ്മുടെ ഭയം തന്നെ ഇല്ലാതാവും. നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കണമെന്നുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു പിടിവാശികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇല്ലാതാവും. അങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല. ഞാൻ ഇന്നിപ്പോ ഒത്തിരി കഷ്ടത്തിലായിരിക്കാം, പക്ഷെ അത് ദൈവനിശ്ചയമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് കീഴടങ്ങാം. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവർക്കും അവരുടേതായ രീതിയിലാണ് അവരുടെ പ്രാർത്ഥനകൾ അല്ലെ. ഒരാൾ പള്ളിയിൽ പോകുന്നു, മറ്റുള്ളവര് ചർച്ചിൽ പോകുന്നു, മറ്റുള്ളവര് അമ്പലങ്ങളിൽ പോകുന്നു, ഹിന്ദുക്കൾ അമ്പലങ്ങളിൽ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം, ഈശ്വരന് അറിയാം. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനോട് നന്നായിട്ട് അടുത്താൽ മാത്രമേ, നമ്മൾ ആ ഈശ്വരനിൽ എല്ലാം സമർപ്പിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതും ഓരോ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യണം, നമുക്ക് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തും. അതെപ്പോഴാണ്? നമ്മൾ ഈശ്വരനിൽ എല്ലാം സമർപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുള്ളൂ കേട്ടോ. ഈ ഒരു സമർപ്പണത്തിലൂടെ നമ്മൾക്ക് ബെസ്റ്റ് തന്നെ നമ്മളെ ഈശ്വരൻ തരുന്നതായിരിക്കും. ഞാൻ അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് നമുക്ക് അതിലോട്ട് അടുക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എനിക്ക് അത്രയധികം ഫീൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇപ്പൊ സംഭവിക്കുമ്പോൾ കരഞ്ഞു തളർന്നിരിക്കാൻ തോന്നാറേ ഇല്ല. അതിനെ അതിജീവിക്കാനുള്ള ശക്തി എനിക്കിപ്പോ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈശ്വരനിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് നമ്മൾ പ്രാർത്ഥനകളെ കാണണം. ആർക്കും മോശം വരണമെന്ന് നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാനേ പാടില്ല. എപ്പോഴും നമ്മുടെ മനസ്സ് ക്ലീൻ ആയിരിക്കണം. ഒരു ചീത്ത ചിന്തകളും നമ്മുടെ മനസ്സിൽ വേണ്ട. ഭക്തി എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് സ്നേഹവും ദയൊക്കെ വളർത്തിയെടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ്. ഈശ്വരനുമായുള്ള നമ്മളുടെ ബന്ധം ഭയങ്കര ആഴത്തിലായിത്തീരുന്നു. നാം കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കുന്നു, നമ്മുടെ വിശ്വാസം കൂടുന്നു, നമ്മളിലെ ദിവ്യ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇതാണ് സറണ്ടറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വിഷമിക്കേണ്ടി വരില്ല. നിങ്ങൾ ഒന്നിനെ കൊണ്ട് ഉത്കണ്ഠപ്പെടേണ്ടി വരില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഭാരം തന്നെ ഇറങ്ങി പോകുന്നതായിരിക്കും. പലപ്പോഴും ഭയങ്കര
ഇത് മനസ്സിലാക്കണതിന് മുന്നേ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു എന്താ പറയുക, എന്തോ നമ്മുടെ നെഞ്ചിൽ കയറിയിരിക്കണ പോലെയൊക്കെയുള്ള ഫീലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്താണ് എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സറണ്ടറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാം മുന്നോട്ടുള്ള നമ്മുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സിലാക്കുക. നമ്മൾക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും അതൊരു വലിയ പാഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്.